Hey there guys, welcome back to Trading Logics. ഇന്ന് 25/6/24 നമുക്ക് എങ്ങനെ ട്രേഡൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കീനായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ കുറച്ച് ദിവസമായിട്ട് വലിയ മൂവ്മെൻറ്റ് കൊടുക്കാതെ ചെറുതായിട്ട് ചെറിയ അപ്സൈഡ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്സ് കൊടുത്ത് വരുന്നതായിട്ട് കാണാം. അതായത് ക്ലിയർ സെല്ലേഴ്സിൻ്റെ കയ്യിലാണെന്ന് പറയാം. മാർക്കറ്റ് റേഞ്ച് വിട്ട് പോകാതെ നല്ലൊരു കീ ആയിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഒരു കീ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കീ സെക്ഷൻ എന്ന് വെച്ചാൽ ഒരു റേഞ്ചിൽ മാർക്കറ്റിനെ പിടിച്ച് കെട്ടിയതുപോലെ അങ്ങനെ ട്രേഡ് ചെയ്യുന്നതിനാണ് കീ സെക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ട്രേഡിംഗ് സെക്ഷൻസിൽ പ്രശ്നമൊന്നും വരുന്നതെന്ന് വെച്ചാൽ മേജറായിട്ട് ഉള്ള ലെവൽസ് ഒന്നും ബ്രേക്ക് ആവാതെ, മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവലുകളൊന്നും ബ്രേക്ക് ആവാതെ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ട്രേഡ് നടക്കുക. ഇത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെല്ലേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മേജറായിട്ടുള്ള ട്രേഡിംഗ് സെക്ഷൻസ് കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് എക്സ്പയറിയിൽ അത് പ്രതീക്ഷിക്കാം. എക്സ്പയറിയിൽ ഹെവി വോളറ്റൈലിറ്റിയിൽ മാർക്കറ്റ്, അതായത് 1-2 മേജറായിട്ടുള്ള റേഞ്ച് ബ്രേക്കായി പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അത് നമുക്ക് റേഞ്ച് ബ്രേക്കൗട്ട് ട്രേഡുകൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിന് നല്ല രീതിക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നല്ല വോളിയത്തോടെ 23,500-600 ലെവൽ ബ്രീച്ചായി മുകളിൽ പോകണം. അതായത് കണ്ടോ, ഇന്നലത്തെ ട്രേഡിംഗ് സെക്ഷനിലൊക്കെ ആ ഒരു ലെവലിൽ ക്രോസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് വിടുന്നില്ല. നല്ല രീതിക്ക് ഇവിടെ താഴെ നിന്ന് ഏകദേശം 400 ആ ലെവലിൽ നിന്ന് മാർക്കറ്റിനെ നന്നായിട്ട് 580 ലെവലിലോട്ട്, അതിൽ 200 പോയിൻറ്റോളം നന്നായിട്ട് അപ്സൈഡ് കൊണ്ടുപോയെങ്കിൽ അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡ് കൊണ്ടുപോയിട്ടുണ്ട്. പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമുക്കിങ്ങനെയുള്ള ട്രേഡുകൾ പോസിബിൾ ആവുന്നത്. അതൊരു മാർക്കറ്റിൻ്റെ നിയമമാണ്. പ്രീമിയം ഉള്ളിടത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമുക്ക് പ്രീമിയത്തിൻ്റെ വയസ്സ് നോക്കാം. പ്രീമിയത്തിൻ്റെ വയസ്സ് നോക്കുമ്പോഴേക്കും ഉണ്ടോ, ഇപ്പോഴും മാർക്കറ്റിൽ പ്രീമിയം പ്രൈസായി നിൽക്കുന്നത്. നിഫ്റ്റി 27 ജൂണിലാണ് നമുക്കിത് എക്സ്പയറി, അതായത് 2 ദിവസം കൂടെ ഉണ്ട് എക്സ്പയറി. നമ്മൾ കണ്ടോ, സിയുടെ ചാൻസിൽ മാർക്കറ്റ് അപ്സൈഡ് പോയിട്ടുണ്ട്, പ്രീമിയം റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം കുറയുന്ന വശത്ത്, അതായത് സിയിൽ റൈസ് ആയിട്ടുണ്ട്, പിയുടെ വശത്ത് പ്രീമിയം ഡൗൺ സൈഡാണ് കമ്പാരിറ്റീവ്ലി. ഇത് ഈ 2 ബാർ കണ്ടായിരുന്നോ, അങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഹൈ ആയിട്ട് നിൽക്കുന്നത് പ്രീമിയം കൂടുന്നതും ലോ ആയിട്ട് നിൽക്കുന്നത് പ്രീമിയം കുറയുന്നതുമാണ്. ഈ ഒരു ഏറ്റക്കുറച്ചിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും. ഈ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് നമുക്ക്, അതായത് ഒരു യൂണിലാറ്ററൽ ഡയറക്ഷനിലോ, അതായത് ഒരു സൈഡ് മാത്രം ഡയറക്ഷനിൽ മൂവ് ചെയ്യാതെ ഓപ്പോസിറ്റും മൂവ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഉണ്ടോ, ഇതിനെ ഡിസ്കൗണ്ട് എന്ന് പറയും. ഈ ഒരു ലൈനിന് താഴെ പോപ്പപ്പ് ആവുന്നതിന് ഇതിനെ ഡിസ്കൗണ്ട് എന്ന് പറയും. ഡിസ്കൗണ്ടിൽ അപ്പം ഡിസ്കൗണ്ട് പ്രീമിയം കിടക്കുന്നത് പുട്ട് സൈഡിലാണെന്ന് മനസ്സിലാക്കാം. പുട്ട് സൈഡിൽ പ്രീമിയം ഡിസ്കൗണ്ടിൽ കിടക്കുമ്പോഴേക്കും പുട്ട് സൈഡ് പ്രീമിയം റൈസ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കുമെന്ന് വെച്ചാൽ മാർക്കറ്റല്ല ശ്രമിക്കുന്നത്, സെല്ലേഴ്സ് ശ്രമിക്കും. അപ്പോൾ മാർക്കറ്റിന് അടുത്ത മൂവ്മെൻറ്റും പോസിബിൾ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റും പോസിബിളാണ്. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കമ്മിങ് ടു ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെക്ഷൻ്റെ ഉള്ളിനകത്ത് തന്നെയാണ് ഇപ്പോഴും ട്രേഡ് നടക്കുന്നത്. ആ റേഞ്ച് വിട്ട് ബ്രേക്കായി മുകളിലോട്ട് പോകാനായിട്ട് സെല്ലേഴ്സ് അനുവദിക്കുന്നില്ല. ദാറ്റ് മീൻസ് ക്ലിയർ ആയിട്ട് അവിടെ റൈറ്റിംഗ് നടക്കുകയാണ്, സെല്ലിങ് പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേഞ്ച് ബ്രോക്കൗട്ട്, അതായത് ഈ 700 റേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു അതായത് 51,700, നമുക്ക് 49,700, ഈ 700 എന്ന് വെച്ചാൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ടും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റെസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ളത്. അത് ഞാൻ ഒബ്സർവ് ചെയ്തതിൻ്റെ ഇതായിരിക്കാം മേ ബി, അങ്ങനെ എനിക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. അതായത് 51,700 റേഞ്ച്, 700 എന്ന് പറഞ്ഞൊരു ഒരു റേഞ്ച് ഏത് മേജറായിട്ടുള്ള 48,700 ആകട്ടെ, 49,700 ആകട്ടെ, 50,700 ആകട്ടെ, ഇതിന് താഴോട്ടുള്ള 700 അവിടെ ഒരു റെസിസ്റ്റൻസ് എനിക്ക് ഇതിന് മുന്നേയും ഫീൽ ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് അത് ബ്രീച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ടത് മുന്നിലോട്ട് പോകാനും അത് ബ്രോക്കായി നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 700 റേഞ്ചിലാണ്.
അപ്പോൾ ഇതും ബ്രോക്കായി മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് വേണം. പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് വേണം, ഇവിടെ ഇല്ല. പക്ഷേ കണ്ടോ, സി സൈഡിൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ഇല്ല. ഇപ്പോൾ ഓൾറെഡി പ്രീമിയം പോപ്പപ്പായി നിൽക്കുന്നത് ഹൈ പ്രീമിയത്തിൽ നിൽക്കുന്നത് സി സൈഡിലാണ്, അതായത് പച്ച കളറിലാണ്. ഇവിടെയും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് പി സൈഡിലാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു അനാലിസിസ് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ പ്രഡിക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റാണ്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലെ മേജർ കീ ആയിട്ടുള്ള ഫാക്ടറിലൊന്നാണ് ഡൗ ജോൺസ്. ഡൗ ജോൺസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിലെ ഫ്യൂച്ചേഴ്സാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, കുറച്ച് 2-3 ട്രേഡിംഗ് സെക്ഷൻസിൽ നമുക്ക് ഈ ഒരു റേഞ്ച്, അതായത് 300 റേഞ്ചിലോട്ട് വരുമ്പോൾ, 350 റേഞ്ചിലോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് നന്നായിട്ട് സെൽ ഓഫ് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ തവണ വന്നു, അത്രയും മുകളിൽ പോയിട്ടില്ല. 40,344 എന്ന് പറഞ്ഞൊരു പോയിന്റ് ടച്ച് ആയില്ല. അതിന് മുമ്പേ താഴോട്ട് പോയി. വീണ്ടും ആ പോയിന്റ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു റേഞ്ചിലോട്ട് വരുമ്പോഴേക്കും വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വൺസ് അത് ഇവിടെ എത്തി കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്തിട്ട്, അതായത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ എത്തിയെന്ന് വിചാരിക്കുക, ഈ ഒരു റേഞ്ചിൽ എത്തിയിട്ട് കുറച്ച് നേരം നമ്മുടെ ഈ 40-39 ആ റേഞ്ചിൽ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് എന്ന് പറയാം. പ്രോപ്പർ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലോസ് കൊടുക്കണം മുകളിൽ. എന്നാൽ അടുത്ത റേഞ്ചിലോട്ട് അത് മൂവ് ചെയ്ത് പോകും. ഇത് സിമ്പിൾ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസിൽ ഉള്ള ഒരു ടെക്നിക്കാണ്. സമയം സ്പെൻഡ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഹെവി ആയിട്ട് മൂവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഉചിതമായ ലെവലുകളെല്ലാം വരച്ച് ക്ലിയർ ചെയ്യുക. എത്താത്ത സമയത്ത്, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലോ, സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.